നിങ്ങൾ മണിയറയിലേക്ക് കടന്നു ചെല്ലുമ്പോ ഫാത്തിമ ബീവി കരയുകയാണ്. അലിയാരിതങ്ങൾ ചോദിക്കുന്നു, എന്തേ ഫാത്തിമ, നിന്റെ വരനായിട്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണോ ഫാത്തിമ നിങ്ങൾ കരയുന്നത്? ഫാത്തിമത്തു സഹറ റളിയല്ലാഹു അൻഹ മറുപടി പറഞ്ഞു, ഞാൻ കരയാനുള്ള കാരണം നിങ്ങളെ ഇഷ്ടപ്പെടാത്തതല്ല, ആളിന്റെ വാഴ്ത്തല കൊണ്ട് വീരേതിഹാസം രചിച്ച അലിയാർ തങ്ങളെ നിങ്ങളെ ഇഷ്ടപ്പെടാത്തത് കൊണ്ടല്ല ഞാൻ കരയുന്നത്. മറിച്ച് ഈ മണിയറയുടെ ഉള്ളിൽ കുറച്ചു സമയം ഞാനിങ്ങനെ ഒറ്റയ്ക്കിരുന്നപ്പോ ആരോരുമില്ലാതെ നിങ്ങളെ കാത്തുകൊണ്ട് ഞാനിവിടെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഒറ്റയ്ക്ക് കിടക്കേണ്ട എന്റെ കബർ ഞാൻ ആലോചിച്ചു പോയി. അങ്ങനെ എന്റെ കബർ ആലോചിച്ചിട്ട് ഞാനിനി അതാ ഒറ്റക്കെന്റെ കബറിൽ കിടക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ ആലോചന കൊണ്ടാണ് ഞാനിങ്ങനെ കരഞ്ഞത് എന്ന് പറയുമ്പോ ധീരനും വീരനുമായ അലിയാരിതങ്ങളും കരയുകയാണ്. ഭാര്യയുടെ വർത്തമാനം അലിയാരിതങ്ങളുടെ ഹൃദയത്തിലേക്ക് പതിക്കുകയാണ്. കാരണം അഷ്റഫുൽ ഖൽഖ് എന്ന പിതാവ് തെരഞ്ഞെടുത്തത് ദീനുള്ള യുവാവിനെയാണ്, ദീനുള്ള ചെറുപ്പക്കാരനെയാണ്. ഫാത്തിമത്തു സഹറായുടെ കൂടെ അലിയാരിതങ്ങളും കരയുന്നു. ഒരുമിച്ച് കിടന്നുറങ്ങേണ്ട വിരിപ്പില് ചുമച്ച് കിടക്കേണ്ടുന്ന വിരിപ്പിൽ നിന്ന് വിരിപ്പ് വിട്ടെഴുന്നേൽക്കുന്നു ഫാത്തിമത്തു സഹറായും അലിയാരിതങ്ങളും തങ്ങളുടെ വിരിപ്പിൽ നിന്ന് എഴുന്നേറ്റു. എന്നിട്ട് പാതിരാവിന്റെ പഴുതില് പടച്ചറപ്പിലേക്ക് തിരിയുന്നു, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിലേക്ക് നിസ്കരിക്കുന്നു, ദുആ ചെയ്യുന്നു. മണിയറയിൽ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് കാണിച്ചു തരുന്നത് ആരാണെന്നറിയോ? ഇനി പെണ്ണിന്റെ പുറകെയാണ് നാരികളൊന്നടങ്കം പെണ്ണുങ്ങളൊന്നടങ്കം സ്വർഗത്തിലേക്ക് പോകേണ്ടത്. ആ പെണ്ണ് പോയിട്ട് പറയും, സ്വർഗത്തിലെ ഹൂറിലീങ്ങളായ പെണ്ണുങ്ങള് നിങ്ങൾക്കെന്ത് സൗന്ദര്യമാ ഉള്ളതെന്ന് ദുനിയാവിലെ പെണ്ണുങ്ങളോട് ചോദിക്കുമ്പോ ഫാത്തിമത്തു സഹറ എന്ന് പറയുന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നോമന മകള് പോയിട്ട് പറയും, നഹനു സ്വല്ലിയാതു സ്വല്ലിയാതു നഹനു സ്വാദിമാതു സ്വാദിമാതു. ജിബ്രീൽ പോലും അന്തം വിട്ടുപോയിട്ടുള്ള ഭംഗിയുടെ ഉറവിടങ്ങളായ ഹൂറിലീങ്ങളായ പെണ്ണുങ്ങളെ, നിങ്ങൾക്ക് അല്ലാഹു കുറച്ച് സൗന്ദര്യം തന്നിട്ടുണ്ടാകും, പക്ഷേ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് വേണ്ടി സുജൂദ് ചെയ്തവരാ ഞങ്ങൾ പടച്ചതമ്പുരാന് വേണ്ടി നോമ്പെടുത്തവരാ, ഞങ്ങളുടെ മഹത്വമൊന്നും നിങ്ങൾക്കില്ല എന്ന് പറഞ്ഞിട്ട് ഈ ദുനിയാവിലെ പെണ്ണുങ്ങളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ മുന്നിൽ നിൽക്കും ഫാത്തിമത്തു സഹറ റളിയല്ലാഹു അൻഹ. ആ ഫാത്തിമത്തു സഹറയുടെ മണിയറയാണ് നമ്മൾ പറഞ്ഞത്. നമ്മുടെ മക്കള് ഇന്നത്തെ തലമുറയുടെ മണിയറയുടെ വിവരമാണ് റീൽസിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് എന്താകണം? ഉത്തമ സമുദായം, ഉത്തമ ദാമ്പത്യം, ഉത്തമ കുടുംബം.